രണ്ട് ശുദ്ധിയുള്ള ആൾക്കാണ് ശുചായി എന്ന് പറയാ. ഒന്ന് സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം, രണ്ടാമത്തേത് ലൈംഗിക വിശുദ്ധിയും ഉണ്ടായിരിക്കണം. ലൈംഗിക വിശുദ്ധിയും സംസാര വിശുദ്ധിയുമുള്ള ആൾക്കാണ് ശുചായി എന്ന് പറയാ. ആരെ മുമ്പിലും എഴുന്നേറ്റെന്ന് വർത്താനം പറയാൻ പറ്റുന്നതാണ് സംസാര വിശുദ്ധിയും ലൈംഗിക വിശുദ്ധിയുമുള്ള ആൾക്ക്. തൊള്ളയിൽ കൂടെ നല്ലതേ പറയൂ. അങ്ങനത്തെ ആൾക്കും രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ള സാധനം അടങ്ങിയിരിക്കണ ആൾക്കും ആരും മുമ്പിലും നീച്ചിക്കാം. ഓരോ വർത്താനം പറഞ്ഞാൽ അതിന്റെ അപ്പുറം ആരും പറയില്ല. അതാണ് ശുചായി. ശുചായി ആണെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്ന്, തൊള്ളേത്തെ നാവടങ്ങിയിരിക്കണം, സംസാര വിശുദ്ധി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ലൈംഗികമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. രണ്ട് വിശുദ്ധി ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വിശുദ്ധികളെയും നമ്മൾ സൂക്ഷിക്കണം. അവയവങ്ങൾ തെറ്റുകളിൽ നിന്നൊഴിഞ്ഞു നിൽക്കലാകുന്നു രണ്ടാമത്തെ വിശുദ്ധി. കയ്യും കണ്ണും കാലും മൂക്കും എല്ലാ സാധനങ്ങളും. ഹറാമായ വസ്തുവിനെ തൊടരുത്, ഹറാമായത് പറയരുത്, ഹറാമായത് കേൾക്കരുത്, ഹറാമിനെ കാണരുത് ഒന്നുണ്ടായി. നാലാമത്തെ വിശുദ്ധി, മനുഷ്യന്റെ മനസ്സ് മോശമായ ചിന്തകളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധിയാവലാണ്. മൂന്നാമത്തേത് മോശം സ്വഭാവങ്ങളിൽ നിന്ന് കിബറ്, ഹസദ്, ഉജ്ബ് തുടങ്ങിയ മോശമായ ചിന്ത അതിന് ഒഴിഞ്ഞിരിക്കും. കിബറ് അഹങ്കാരം. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാല്? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വിചാരാണ്. ലോകത്തുണ്ടായ എല്ലാ ഫസാദവും ഉണ്ടായതാണ്. ലോകത്തെ ആദ്യത്തെ കൊലപാതകം ഹാബീൽ കാബീലിനെ കൊന്നു. കാബീൽ ഹാബീലിനെ കൊന്നു. ആദ്യത്തെ കൊലപാതകം അതാണ്. കാബീല് ഹാബീലിനെ കൊന്നു, അതാണ് ആദ്യത്തെ കൊലപാതകം. എന്താ കാര്യം? അസൂയ, ഹസദാണ് അതിന്റെ കാരണം. രണ്ടാളും രണ്ട് നേർച്ചകൾ നടത്തി. ഇത് സ്വീകരിക്കണമെങ്കിലുള്ള മാനദണ്ഡാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കൾ നേർച്ചകൾ നടത്തി. രണ്ട് നേർച്ച. എന്തായിരുന്നു നേർച്ച എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞത് രണ്ടാളും അള്ളാഹുവിന് ആടുകളെ നേർച്ചയാക്കാണ് ചെയ്തത് എന്നാണ്. ഓരോ ആട്. എന്നാലും രണ്ട് നേർച്ച നടത്തി. ഒരാളത് സ്വീകരിച്ചു, മറ്റേ ആളത് സ്വീകരിച്ചില്ല. അനുജന്റെ സ്വീകരിച്ചു, ജ്യേഷ്ഠന്റെ സ്വീകരിച്ചില്ല. അപ്പോൾ ജ്യേഷ്ഠന് അനുജനോട് എന്തോ എന്ന് തോന്നി. അങ്ങനെ ഒരാളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ലേ കാരണവര്? ഒരാൾക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാനല്ലേ കാരണവര്? എന്റെ അല്ലേ എടുക്കേണ്ടത്? ഓൻ പിന്നെ ഉണ്ടായതല്ലേ. അതുകൊണ്ട് ഓന്റെ രണ്ടാമല്ലേ എടുക്കേണ്ടത്. ഞാനല്ലേ കാരണവര്? ഞാനല്ലേ മൂത്തത്? ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സിനെങ്കിലും മൂത്തതല്ലേ എന്ന് തോന്നി. ഇതാണ് ഹസദ്. അതിനാ തുടങ്ങിയത്. ഫസ്റ്റത്തെ കൊലപാതകമായി വന്നുണ്ടായത്. അവിടെ കൂടി വന്നപ്പോൾ എന്ത് പറഞ്ഞു? ലാഖത്തുലന്നക, ചങ്ങായി അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അഖത്തുലു, ഞാൻ കൊല്ലും. ലാഖത്തുലു, തീർച്ചയായും ഞാൻ കൊല്ലും. ലാഖത്തുലന്നക, അന്നെ ഞാൻ കൊല്ലെന്നെ ചെയ്യടാ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇങ്ങോട്ട് പറയണ്ട. അഞ്ചം പറഞ്ഞു, കാക്ക ഇന്നെ കൊന്നിട്ടെന്താ കാര്യം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, പടച്ചോൻ മുത്തഖീങ്ങളിൽ നിന്നല്ലേ സ്വീകരിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെയാണ് ഹസദ്. അസൂയുണ്ടായ എങ്ങനെയാണ്? പിന്നെ അവിടെ കണ്ണും മൂക്കൊന്നുമില്ല. നമ്മൾ പറയലുണ്ടല്ലോ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്ന്. ഈ വെട്ടാൻ വരുന്ന പോത്താണ് ഹസദുള്ള ആള്. ഓനോട് പിന്നെ തത്വം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഓൻ വിട്ടന്നെ ചെയ്യും. അതാണ് ഹസദ്. അതുണ്ടായി. ആദ്യത്തെ കൊലപാതകമായി വന്നാണ് ഉണ്ടായത്. ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. നമുക്ക് അസൂയ ഉണ്ടോ? അള്ളാഹു നമുക്ക് എല്ലാ അസൂയ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കി തരട്ടെ.
തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ ഇഷ്ടാണോ? ആലോചിച്ച് നോക്കി. തറവാട് വരെ പൊളിച്ചങ്ങാണ്ട് വാർപ്പാക്കുകയാണ്. എന്തിനാണ് ഇപ്പം ഞാൻ തന്തിയും തള്ളിയും വയസ്സാം കാലത്ത് അതിന് നിൽക്കണേ? ഓർക്ക് അള്ളയിലുള്ള സൗകര്യത്തിന് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതിയില്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കുക. തറവാട് വരെ പൊളിച്ചു വാർപ്പാക്കൽ നമുക്ക് ഇഷ്ടമല്ല. മരുവള വാപ്പ ഉംറക്ക് പോകൽ നമുക്ക് ഇഷ്ടമാണോ എന്നാലോചിച്ച് നോക്കാണ്. എന്തിനാണ് ഇപ്പോൾ മൂപ്പരി നീച്ചാൻ വെച്ചാൽ ആ ഉംറക്ക് പോകണേ? നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നില്ല. മരുവള വാപ്പ ഉംറക്ക് പോകൽ ഇഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അവനാൻ്റെത് ആലോചിച്ചാൽ മതി കേട്ടോ, വേറുള്ളവരത് എടുക്കണ്ട. അവനാൻ ആലോചിച്ച് നോക്കി നമുക്കത് ഇഷ്ടമാണോ? ഒരു മുതലാളിക്ക് ഇഞ്ഞും പൈസ ഉണ്ടാകൽ നമുക്ക് ഇഷ്ടമാണോ? എവിടുക്കാ ഇപ്പം മൂപ്പരി ഉണ്ടാക്കണത്? കണ്ടാ തോന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. ഇവൻ്റെ അസൂയാണ് പറയണതേ, അല്ല ഒന്നുമില്ല. പൈസ എത്ര ഉണ്ടായാലും എന്താ കുഴപ്പം? മുഹ്യിദ്ദീൻ ശേഖ് റളിയല്ലാഹു അൻഹുവിന് കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. പൈസക്കല്ലല്ലോ കുഴപ്പം. പിന്നെ കുഴപ്പം എവിടെ? പൈസ കൈകാര്യം ചെയ്യണം മനസ്സിനാണല്ലോ പ്രശ്നമുള്ളത്. പൈസക്ക് എന്താ പ്രശ്നം? പൈസ ഇല്ലാതെ എ സി വെക്കാൻ പറ്റും നമുക്ക്? എ സി വെച്ചാലും പോരഞ്ഞ് കറണ്ട് ബില്ലും കൂടി അടക്കണ്ടേ? അതിനൊക്കെ പൈസ ഉണ്ടേ. അതിനൊക്കെ പൈസ ഇല്ലാതെ എങ്ങനെ അടക്കുക? ഒക്കെ വേണ്ടേ? പൈസക്കല്ല പ്രശ്നം. പിന്നെ ഏതിനാ പ്രശ്നം? പൈസ കൈകാര്യം ചെയ്യണ മനസ്സിനാണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. പൈസക്കൊരു കുഴപ്പമില്ല. ഹസദ് അമ്മക്കുണ്ടോ, അസൂയ അമ്മക്കുണ്ടോ എന്ന് ശരിക്കും ആലോചിക്കണം. ഒരു വണ്ടി ഉള്ള ആള് ഒരു വണ്ടി കൂടി വാങ്ങാണെന്ന് വിചാരിച്ചോളി. അയൽവക്കത്ത് ഒരു ഇന്നോവ ഉള്ള ആള് ഒരു വണ്ടിയും കൂടി, ഒരു അൾട്ടോ 800 കൂടി വാങ്ങാണെന്ന് വിചാരിച്ചോളി. ഓനക്ക് പൈസ ഊരമ്മ വിലങ്ങി കുത്തിയിട്ടുള്ള കുഴപ്പമാണ് അറിയാം നമ്മള്. ഹസദാണ്, അത് അസൂയ. ഓന് 2 ആവശ്യമുണ്ടെങ്കിൽ ഓൻ വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇപ്പൊ എവിടുക്കാ പോന്റെ മതിലിപ്പോ ഓനാ ഉയർത്തിങ്ങാണ്ട് പൈൻ്റെ എടുക്കണത്? മരിച്ചു പോകാനുള്ള തട്ടിയാന്നൊരു ഓർമ്മയില്ലല്ലോ. ഇവരുണ്ടായോ കണ്ട അപ്പൊ എന്താ കാട്ടെന്ന് പറയണെങ്കിൽ ഓനൊന്ന് കായുണ്ടായോ കണ്ട? ഇതൊക്കെ ഹസദാണ്, അല്ലാതൊന്നുമല്ല. അസൂയ എന്നാണ് അതിന്റെ പേര്. അസൂയ നന്മകളെ തിന്നും. ഏതുപോലെ? അഗ്നി വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നുമെന്ന് മുഹമ്മദ് നബി. അത് ഹസനാത്തുകളെ അത് തിന്നുകൊണ്ടിരിക്കും. അസൂയ ഒന്നിനും പരിഹാരമില്ല. അപ്പൊ നമുക്കുണ്ടോ നമ്മൾ ആലോചിക്കണം. ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം. അതിനെ കഴുകി വൃത്തിയാക്കണം. അതൊരു നവാഫത്താണ്, ഒരു വൃത്തിയാക്കലാണ്. അസൂയ. കിബറുണ്ടോ നമുക്ക്? കിബറ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്, ഉള്ളിലുള്ള അഹങ്കാരം. ഉജ്ബ് എന്ന് പറഞ്ഞാൽ ഉൾനാട്യമാണ്. അഹങ്കാരം പുറത്ത് കാണൂല, ഉജ്ബ് പുറത്തേക്ക് കാണും. ഉൾനാട്യം പുറത്തേക്ക് കാണും, അഹങ്കാരം ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന ചിന്താഗതി, അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇപ്പൊ അത്യാവശ്യം തർക്കടില്ലാത്ത വിനയുള്ള ആളെന്നെ എന്നൊരാൾക്ക് തോന്നിയെന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പൊ അത്യാവശ്യം വിനയുള്ള ആളാന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് ഏറ്റവും വലിയ അഹങ്കാരമാകുന്നു. വിനയം കൊണ്ടുള്ള അഹങ്കാരം എന്നാണ് അതിന്റെ പേര്. 10 അഹങ്കാരങ്ങളുണ്ട് എന്നാണ്. അതിൽ 10ാമത്തെ അഹങ്കാരമാണ് വിനയം കൊണ്ട് അഹങ്കരിക്കുക. എനിക്കിപ്പോ അത്യാവശ്യം വിനയുള്ള ആളാണെന്ന് തോന്നിയാൽ ഓൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും കിബിറുള്ള ആള്. അതുകൊണ്ട് നമ്മൾ കിബിറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. പലതുകൊണ്ട് കിബിറുണ്ട്. കിബിറും കൊണ്ടുള്ള കിബിറുണ്ട്, ഇബാദത്ത് കൊണ്ടുള്ള കിബിറുണ്ട്. കുറെ ചെറിയ പള്ളിക്ക് ഇങ്ങനെ വരാൻ ചെന്നാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും, നിക്കരിച്ചാത്ത കുറെ ചെക്കന്മാരുണ്ട്, ഓനെ പറ്റി ഒന്ന് നല്ലോണം പറയുണ്ടോ എന്ന്. ഇവന് നിൽക്കാനും കാരണം എന്നുള്ള കിബറാണ്. അല്ല, ഒന്നല്ല സംഗതി. ഇവന് സത്യത്തിലുള്ള എന്താ? ഞാൻ ഒരു നിക്കരിച്ചുന്ന ആളാണ് എന്ന്. ആ അഹങ്കാരാണ് യഥാർത്ഥത്തിലുള്ളത്. അല്ല മറ്റോ നിക്കരിച്ചാത്തയുള്ള സങ്കടമൊന്നും അല്ല ഉള്ളത്. തന്നെ സംഗതി. ആണുങ്ങൾ പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലോണം പറയുണ്ടോ എന്ന്. ഓനോന ആണാണെന്നുള്ള അഹങ്കാരാണുള്ളത്. അല്ല ഒന്നുമില്ല. തന്നെ സംഗതി. സക്കാത്ത് കൊടുക്കാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഓനെ പറ്റി നല്ലോണം ഒന്ന് പറയുണ്ടോ. എന്റെ കാര്യം 25,000 വരി നിർത്തിങ്ങാണ്ട് ഇങ്ങനെ പൊപ്പത്തിന്റെ നോട്ട് കൊടുക്കലുണ്ട്.